ഞാനിങ്ങനെ ഒരു സെന്നെ വിളിച്ചു, എനിക്ക് നമ്പർ അറിയത്തില്ല, ഞാൻ എടുത്തു കാരണത്തായിരുന്നു സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു സവർണനും അവർണനും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ആരാണ് സാർ ഈ സവർണൻ? സവർണൻ എന്ന് പറയുന്നത് അത് സവർണനല്ല, സവർണത്വമാണ്. ഞാൻ പറഞ്ഞു, ഓക്കെ, സവർണത്വം മനസ്സിലായി, സവർണത്വം ഉള്ളവനാണോ സവർണൻ? സവർണത്വം ഉള്ളവനാണ് സവർണൻ. അപ്പോൾ അത് എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവുമല്ലോ. അല്ല, അങ്ങനല്ല, അത് സവർണത്വം ഉള്ള കുറേ ആൾക്കാർ മാത്രമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആരാണ്? ബ്രാഹ്മൺ ആണോ? അല്ല, കേരളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബ്രാഹ്മൺ ആണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, നായസ് ആണോ? അല്ല, നായസ് ശൂദ്രന്മാരാണ്. പിന്നെ ആരാണിത്? അത് സവർണത്വം എന്ന് പറയുന്ന സാധനം നമ്മളെ ഇങ്ങനെ കരിമ്പടം പോലെ പൊതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, സ്ട്രാറ്റോസ്ഫിയർ അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്നോണം ആളെ കിട്ടുന്നില്ല. പണ്ട് ഈ ബ്രാഹ്മണ്യം ഒരു 5 വർഷം മുമ്പ് മൊത്തം ബ്രാഹ്മണ്യമാണ്, നവബ്രാഹ്മൺ. നിങ്ങൾ ബ്രാഹ്മണരെയാണോ കുറ്റപ്പെടുത്തുന്നത്? അതായത് ഇവിടെ അവർ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ കറുത്ത ഭൂതകാലം അവർക്കുണ്ടെങ്കിലും, അവർ ഇന്ന് കേരളത്തിലെ നിഷ്പ്രഭരാണ്. ഒരു ലെസ് ദാൻ 1.5% ഓഫ് പോപ്പുലേഷൻ, നോട്ട് ഈവൻ മന്ത്രിയില്ല, ഒന്നുമില്ല. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല. പലരും എന്താ പറയാ, അവരവസ്ഥയാണ്. അത് നമ്മൾ ആസ്വദിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് ശിക്ഷിച്ചിരുന്നു, ഞങ്ങളുടെ പിതാമഹന്മാരെ ദ്രോഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അവരെ പിന്തലപ്രക്കാരെ നോക്കി പരിഹസിക്കുകയും. ഇയാൾ പറയും പോലെ സവർണത്വമേ കേരളത്തിൽ ഇല്ല എങ്കിൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടാവുന്നു? കാലാകാലമായി നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ തന്നെയുള്ള ഒരു നികൃഷ്ട ആശയമാണിത്. കുഴികുത്തി മൂടിയ പൈശാചികമായ ഈ ആശയം വീണ്ടും കുഴി തോണ്ടിയെടുത്തത് BJP ആണ്. ഇന്ന് ഈ നാടിന്റെ അവസ്ഥ എന്താണ്? കാല് കഴിക്കല്, കാല് നക്കിക്കല്, അധിക്ഷേപിക്കല്. കുറെ ആളുകളുടെ വാ മൂടി കെട്ടിവെച്ച് ഇതൊന്നും ഇല്ല എന്ന് ഇവർ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ്. സവർണൻ ഇവിടുത്തെ രാജാവും പൂജാരിയായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് സിനിമകളും കഥകളും പാട്ടുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അതിനെല്ലാം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ അവർണരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് പൊള്ളുന്നു? എന്തുകൊണ്ട് ഒരു അവാർഡ് പോലും നിഷേധിക്കപ്പെടുന്നു? എന്തിനവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു? മനസ്സിലാക്കുക, നികൃഷ്ടമായ ജാതി ചിന്ത മാത്രമാണ് ഇവരുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു എമ്പുരാനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെയാണ് ജനഗണമന സിനിമ ഇറങ്ങുന്നതെങ്കിൽ അതിനും കിട്ടും വെട്ട്. എന്തുകൊണ്ട് ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല? വേടനെ അപമാനിച്ചു, കലാഭവൻ മണി അപമാനിച്ചു, അദ്ദേഹത്തിന്റെ അനിയനെ പോലും അപമാനിച്ചു. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ട്രൈബൽ ഏരിയകൾ കയ്യേറുന്നു, SC ST കാരെ ഭൂമി കയ്യേറുന്നു. സവർണം ചെയ്യുന്ന കാര്യം അവർണം ചെയ്തു കഴിയുമ്പോൾ എങ്ങനെ അത് തെറ്റായി തീരുന്നു? മനസ്സിലാക്കണം, നമ്മളെ താഴ്ത്തിക്കെട്ടി വിമർശിക്കുന്നതിലൂടെ എന്തൊക്കെയോ നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഞാൻ എന്നൊരു മനുഷ്യൻ, എനിക്ക് എന്റെ സ്കില്ല് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പിന്നെ എന്തിനു കൊള്ളാം? ജാതിയുടെ പേരിൽ എന്നെ മാറ്റി നിർത്തിയാലുള്ള അവസ്ഥ എന്താണ്? ഇപ്പൊ വേടനെ ഇവിടെ പരിഹസിക്കല്ലേ? അതാണ് ഇവിടുത്തെ സവർണ മേധാവിത്വം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണുമ്പുള്ള ഒരു പൂജാരിനെ പൂണൂലിട്ട പെലയെന്ന് വിളിച്ചില്ലേ? അതാണ് ഇവിടുത്തെ സവർണ മേധാവിത്വം.